കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സ്പൈസി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് അതിലേക്കായി ഏറ്റവും ആദ്യം ആവശ്യമുള്ളത് നമുക്ക് ചിക്കനാണ് ഞാൻ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത്. കൂടാതെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചതച്ച വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. കൂടാതെ മസാല ഐറ്റംസ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മുളക് പൊടി കൂടുതൽ എടുത്തിട്ടുണ്ട്. സ്പൈസിനെസ് കൂട്ടാനായിട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ സ്പൈസി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ചിക്കനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, ചിക്കനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി കുറച്ച് ആഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇത്രയും നമുക്ക് ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ആയിട്ട് വേണം നമ്മളിതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഇടിച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചപ്പോൾ കിട്ടി കുറച്ച് നീരുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. ഡ്രൈ ആയി പോകുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ആ നീര് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കും. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക. അത് ജലാംശം ഇല്ലാത്ത രീതിയിൽ നന്നായി ഇളക്കിയെടുക്കുക. ഏകദേശം മിക്സ് ആയതിനു ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ടേസ്റ്റിലുള്ളൊരു ഐറ്റമാണിത്. തീർച്ചയായും എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കണ്ടാൽ മനസ്സിലാവും നമ്മുടെ എല്ലാ ചിക്കൻ്റെ എല്ലാ പീസുകളിലും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1-1.5-2 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം ഫ്രൈ ചെയ്യുന്നതിലേക്ക് കടക്കാം. ശേഷം 2.5 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ സൂക്ഷിച്ചു. അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുക്കാവുന്നതാണ്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഗ്യാസ് വെച്ചിരിക്കുക. അപ്പോൾ ഉടൻ തന്നെ വെളിച്ചെണ്ണ ചൂടാവുന്നതാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ആവശ്യാനുസരണം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എണ്ണയുടെ അളവനുസരിച്ച് ചിക്കൻ ഇട്ട ശേഷം ഏകദേശം 2-3 മിനിറ്റത്തേക്ക് ഇതിനെ അടച്ചു വെച്ച് വേവിക്കുക. 2-3 മിനിറ്റ് നമ്മളിങ്ങനെ അടച്ചു വെച്ച് വേവിച്ചു. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിഞ്ഞു പോകാതെ അടുത്ത മറുവശം കൂടെ വേവിക്കാനായി മറിച്ചിടാം. മറിച്ചിട്ട് വേവിച്ചതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് നന്നായി വേവിച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ല ഒരു മണം കിട്ടുന്നതിലേക്കായി കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി വെന്തതിന് ശേഷം സർവ് ചെയ്യുന്നതിലേക്ക് നമ്മളിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. തീർച്ചയായും സ്വാദിഷ്ടമായ ഒരു വിഭവമാണിത്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്.
തീർച്ചയായും എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു.